നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരാണ് ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിനുള്ള മറുപടി അധികം താമസിക്കാതെ തന്നെ രാഷ്ട്രീയ കേരളത്തിന് ബോധ്യപ്പെടും. അതെന്തായാലും നേമത്ത് മത്സരിക്കുവാൻ തയ്യാറെടുക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ആവാൻ സാധ്യതയില്ല. എ.ഐ.സി.സി പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എം.പിയുമായ ശശി തരൂരിനെയാണ് ബി.ജെ.പി നോട്ടമിടുന്നത്. തരൂരാകട്ടെ കോൺഗ്രസ് എങ്ങനെയെങ്കിലും പുറത്താക്കിയാൽ മതി എന്ന നിലപാടിലുമാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. തുടർച്ചയായി കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രതികരണങ്ങൾ നടത്തുന്ന ശശി തരൂർ ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും അവലോകനം എക്സിൽ റീട്വീറ്റ് ചെയ്തതും മനഃപൂർവ്വമാണ്. തരൂരും രാഹുലും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസിനുള്ളിലെ രണ്ട് പ്രത്യയശാസ്ത്ര പ്രവണതയാണെന്നും ഇതിനെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് പ്രശ്നമെന്നുമാണ് ഈ അവലോകനത്തിൽ പറയുന്നത്. സിവിദാസ് സമീർ എന്നയാളുടെ അവലോകനമാണ് നെഹ്റു കുടുംബത്തെ പ്രകോപിപ്പിക്കുന്നതിനായി ഇങ്ങനെ റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്. തരൂരിന്റെ ഈ നടപടി മറ്റു കോൺഗ്രസ് എംപിമാരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തരൂരിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്ന വികാരമാണ് നേതാക്കൾക്കിടയിലുള്ളത്. എന്നാൽ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പുറത്താക്കിയാൽ അതും ബി.ജെ.പി മുതലെടുക്കുമെന്നതിനാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി അച്ചടക്ക നടപടി എന്നതാണ് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരിക്കുന്നത്. തരൂർ ബി.ജെ.പി പാളയത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന നിഗമനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. 90കളിൽ പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരണമെന്ന സമീപനമായിരുന്നു കോൺഗ്രസിനെന്നാണ് തരൂർ റീട്വീറ്റ് ചെയ്ത സിവിദാസ് സമീറിന്റെ അവലോകനത്തിൽ പറയുന്നത്. രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും അതേസമയം ഇതിൽ നിന്നും വ്യത്യസ്തമായി ബദൽ നയങ്ങളുള്ള ആളാണ് ശശി തരൂർ എന്നുമാണ് അവലോകനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തിനേയും എതിർക്കുന്ന പാർട്ടി മാത്രമായി കോൺഗ്രസ് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. നയമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുമ്പോൾ തരൂരിനെ പോലുള്ളവരെ ഒതുക്കുകയാണെന്നും ട്വീറ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വിലയിരുത്തൽ ശരിവച്ചുകൊണ്ടാണ് തരൂർ റീട്വീറ്റ് ചെയ്തിരിക്കുന്നതെന്നതാണ് കോൺഗ്രസ് നേതാക്കളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. മോദി സ്തുതി നിരന്തരം നടത്തുന്ന ശശി തരൂരിനെ റഷ്യൻ പ്രസിഡന്റിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വിരുന്നിലും കേന്ദ്ര സർക്കാർ പങ്കെടുപ്പിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെപ്പോലും ക്ഷണിക്കാതെ തരൂരിനെ മാത്രം ക്ഷണിച്ച നടപടിയും ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. രാഹുലിനെ വിളിക്കാത്ത വിരുന്നിൽ പങ്കെടുക്കരുത് എന്ന പാർട്ടി നേതാക്കളുടെ ആവശ്യവും തരൂർ അവഗണിക്കുകയാണുണ്ടായത്. ഇതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതാകട്ടെ പ്രധാനമന്ത്രിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവുമാണ്. ഈ അടുപ്പം തന്നെയാണ് ബി.ജെ.പിയുമായി തരൂരിനെ ഇപ്പോൾ അടുപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി.ജെ.പി പിടിച്ചപ്പോഴും അഭിനന്ദനവുമായി ആദ്യമെത്തിയത് സ്ഥലം എം.പി കൂടിയായ തരൂരാണ്. എം.പി സ്ഥാനം രാജിവെച്ചാലും ബി.ജെ.പി പിന്തുണയോടെ മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം തരൂരിനുണ്ട്. അങ്ങനെ വിജയിച്ചാൽ തരൂരിന് കേന്ദ്രമന്ത്രിസഭയിൽ ഇരിപ്പിടവും ഉറപ്പാണ്. ഇത്തരമൊരു സാഹസത്തിനു മുൻപ് തരൂരിനെ മുൻനിർത്തിയുള്ള മറ്റൊരു പരീക്ഷണത്തിനാണ് ബി.ജെ.പി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അത് ഉടൻ നടക്കാനിരിക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ്. തരൂരിനെ മുൻനിർത്തി കോൺഗ്രസ് വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുകയാണ് ബി.ജെ.പി ലക്ഷ്യം. തരൂർ എം.പി സ്ഥാനം രാജിവെച്ചു വന്നാൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടാനാണ് പദ്ധതി. പുതിയ തലമുറയിലുൾപ്പെടെ തരൂരിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് ബി.ജെ.പി നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇനി തരൂർ എം.പി സ്ഥാനം തൽക്കാലം രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബി.ജെ.പി അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടിയായിരിക്കും കോൺഗ്രസ് ശക്തികേന്ദ്രങ്ങളിൽ ബി.ജെ.പി പ്രചരണം. അതേസമയം തരൂരിനെ പുറത്താക്കിയില്ലെങ്കിൽ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത് അയാൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റിട്ട് കളയുമോ എന്ന ഭീതിയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇടതുപക്ഷമാണെങ്കിൽ തരൂർ കോൺഗ്രസിൽ തുടർന്നാലും ബി.ജെ.പിയിലേക്ക് പോയാലും അത് ആത്യന്തികമായി യു.ഡി.എഫിന് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചുവരാൻ കഴിയുമെന്ന് തന്നെയാണ് സി.പി.എം നേതൃത്വം കരുതുന്നത്. അതിനായി അവർ മുന്നോട്ട് വയ്ക്കുന്നത് 2010ലെ കണക്കുകളാണ്. 5% വോട്ടിന്റെ വ്യത്യാസം 3 മാസം കൊണ്ട് മറികടക്കുവാൻ പറ്റിയ പദ്ധതികളും പരിപാടികളുമാണ് ഇടതുപക്ഷം സ്വീകരിക്കാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പരസ്യമായി സി.പി.എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുണ്ടായി എന്ന് തന്നെയാണ് ഭൂരിപക്ഷ നേതാക്കളും അണികളും വിലയിരുത്തുന്നത്. പി. ശശിയുടെ പോലീസ് ഭരണവും വെള്ളാപ്പള്ളിയോടുള്ള മുഖ്യമന്ത്രിയുടെ അടുപ്പവും ശബരിമല വിഷയവും പി.എം. ശ്രീയുമാണ് ഇത്തരമൊരു തിരിച്ചടിക്ക് കാരണമെന്നാണ് മറ്റിടതുപക്ഷ പാർട്ടികളും വിലയിരുത്തുന്നത്. ഈ പശ്ചാത്തലത്തിൽ 80 വയസ്സ് പിന്നിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സ്വയം മാറി നിന്ന് മറ്റാരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയും ഏറെയാണ്. ഇക്കാര്യത്തിൽ സി.പി.എം പി.ബി തന്നെയാകും ഉചിതമായ തീരുമാനമെടുക്കുക. 1960കളുടെ അവസാനം മുതൽ സി.പി.ഐ.എം തുടർച്ചയായി കുറഞ്ഞതൊരു സംസ്ഥാന സർക്കാരിനെയെങ്കിലും ഭരിച്ചിട്ടുണ്ട്.
ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായിരുന്ന 2011 വരെ പശ്ചിമ ബംഗാളിലെ ലെഫ്റ്റ് ഫ്രണ്ട് ഭരിച്ചപ്പോൾ ത്രിപുര പിന്നീട് അതിന് തുടർച്ച നൽകി. ഇതിനുശേഷം കേരളം പാർട്ടിയുടെ സ്ഥിരം അടിത്തറയായി തുടരുകയാണുണ്ടായത്. എന്നാൽ കേരള ഭരണം കൂടി പോയാൽ 1960കൾക്ക് ശേഷം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് സംസ്ഥാന സർക്കാർ ഇല്ലാത്ത ആദ്യത്തെ സംഭവമായിരിക്കുമത്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതുമാണ്. ഇതെല്ലാം മനസ്സിലാക്കിയുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള തീരുമാനം CPM എടുത്തില്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രാസംഗികം തന്നെയാണ് നഷ്ടമാവുക. ഇനി വീണാൽ പഴയ പോലെ തിരിച്ചു വരിക എന്നതും പ്രയാസകരമാണ്. അതിന് പ്രധാന കാരണം കേന്ദ്രത്തിലെ BJP ഭരണം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകളെ തുടച്ചു നീക്കുക എന്നത് പ്രത്യയശാസ്ത്രപരമായി തന്നെ പ്രധാന അജണ്ടയാക്കിയ RSS നിയന്ത്രിക്കുന്ന ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളത്. കേരളത്തിൽ കൂടി ഇടതുപക്ഷ ഭരണം ഇല്ലാതായാൽ സംഘപരിവാർ അവരുടെ തനി സ്വഭാവമാണ് കാണിക്കുക. മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെട്ട UDF സംവിധാനം കേരളം ഭരിക്കുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് നല്ലതെന്നാണ് RSS നേതൃത്വവും കരുതുന്നത്. അങ്ങനെ സംഭവിച്ചാൽ 2031 കേരള ഭരണം BJPക്ക് എളുപ്പത്തിൽ പിടിക്കുവാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ നടത്തുന്നത്. ഗുജറാത്ത് ഭരണം BJP പിടിച്ചത് ആദ്യം ഗുജറാത്ത് തലസ്ഥാനത്തെ കോർപ്പറേഷൻ പിടിച്ചിട്ടാണ്. അതുപോലത്തെ ഒരു സാധ്യതയാണ് കേരള തലസ്ഥാനത്തെ കോർപ്പറേഷൻ പിടിച്ചതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേരള ഭരണം 2031 ലക്ഷ്യമിടുന്നതെങ്കിലും BJPയുടെ ഭാഗത്ത് ശശി തരൂരോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ ആയിരിക്കും 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് ഉറപ്പാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം 25% ഉയർത്തുക എന്നതാണ് ടാർഗറ്റ്. ഇതിനായി പ്രധാനമായും ഇടതുപക്ഷ വോട്ട് ബാങ്കുകളെ ടാർഗറ്റ് ചെയ്യാനാണ് BJP നേതൃത്വം അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം ഇത്തവണ ഭരണം പിടിക്കുമെന്നുറപ്പിക്കുന്ന കോൺഗ്രസിൽ VD സതീശനും ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലനും തുല്യ സാധ്യതയാണുള്ളത്. ഇവരിൽ ആരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാലും അത് ആ പാർട്ടിയിൽ വലിയ തോതിലുള്ള ചേരിതിരിവിനും ഉൾപ്പോരിനുമാണ് കലാശിക്കുക. ഈ അടി പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. CPMും മുൻകൂട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ലെങ്കിലും മത്സരിക്കുന്ന PB അംഗം ആരാണോ ആ വ്യക്തിയെ തന്നെയായിരിക്കും ഭരണം ലഭിച്ചാൽ CPM മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിക്കുക. തെറ്റ് തിരുത്തി മികച്ച ടീമിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഇടതുപക്ഷത്തിന് ഇനിയും സാധ്യതകളുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഇനി തരൂർ MP സ്ഥാനം തൽക്കാലം രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ BJP അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടിയായിരിക്കും കോൺഗ്രസ് ശക്തികേന്ദ്രങ്ങളിൽ BJP പ്രചരണം. അതേസമയം തരൂരിനെ പുറത്താക്കിയില്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത് അയാൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റിട്ട് കളയുമോ എന്ന ഭീതിയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇടതുപക്ഷമാണെങ്കിൽ തരൂർ കോൺഗ്രസിൽ തുടർന്നാലും BJPയിലേക്ക് പോയാലും അത് ആത്യന്തികമായി UDFന് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചുവരാൻ കഴിയുമെന്ന് തന്നെയാണ് CPM നേതൃത്വം കരുതുന്നത്. അതിനായി അവർ മുന്നോട്ട് വയ്ക്കുന്നത് 2010 കണക്കുകളാണ്. 5% വോട്ടിന്റെ വ്യത്യാസം 3 മാസം കൊണ്ട് മറികടക്കുവാൻ പറ്റിയ പദ്ധതികളും പരിപാടികളുമാണ് ഇടതുപക്ഷം സ്വീകരിക്കാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പരസ്യമായി CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുണ്ടായി എന്ന് തന്നെയാണ് ഭൂരിപക്ഷ നേതാക്കളും അണികളും വിലയിരുത്തുന്നത്. ശശിയുടെ പോലീസ് ഭരണവും വെള്ളാപ്പള്ളിയോടുള്ള മുഖ്യമന്ത്രിയുടെ അടുപ്പവും ശബരിമല വിഷയവും PM ശ്രീയുമാണ് ഇത്തരമൊരു തിരിച്ചടിക്ക് കാരണമെന്നാണ് മറ്റ് ഇടതുപക്ഷ പാർട്ടികളും വിലയിരുത്തുന്നത്. ഈ പശ്ചാത്തലത്തിൽ 80 വയസ്സ് പിന്നിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സ്വയം മാറി നിന്ന് മറ്റാരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയും ഏറെയാണ്. ഇക്കാര്യത്തിൽ CPM PB തന്നെയാകും ഉചിതമായ തീരുമാനമെടുക്കുക.